ബഹുമാന്യരെ, 15ാം നിയമസഭയുടെ കാലയളവിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാം പിണറായി ഗവൺമെൻറ് കേരളത്തിന് സമർപ്പിച്ച 2 മുദ്രാവാക്യങ്ങൾ വികസനവും ക്ഷേമവുമാണ്. വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിൻ്റെ പ്രയോജനം അരുവിക്കര നിയോജക മണ്ഡലത്തിലും വലിയ അളവിൽ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള ഒരു പ്രോജക്റ്റായിരുന്നു കിഫ്ബി വഴി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്രോജക്റ്റ്. കിഫ്ബിയെ പല ആളുകളും വിമർശിച്ചതായിട്ട് നമുക്കറിയാം. കിഫ്ബിക്കെതിരെ കേസ് കൊടുത്തതായി നമുക്കറിയാം, തള്ളിപ്പറഞ്ഞതായിട്ടറിയാം. പക്ഷേ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിൽ കിഫ്ബി നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ചെലുത്തിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, മറ്റ് പ്രവൃത്തികൾ, ഇതിനെല്ലാം കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അരുവിക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 416.04 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതും പൂർത്തീകരിച്ചതുമായിട്ട് നിലവിലുള്ളത്. നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡിന് അരുവിക്കര ജംഗ്ഷൻ്റെ വികസനമടക്കം 144.38 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വിതുര ബോണക്കാട് റോഡ്, വിതുര ബോണക്കാട് റോഡിന് 29.64 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വിതുരക്കൊപ്പം പെരിങ്ങമല റോഡിൽ മലയോര ഹൈവേയുടെ ഭാഗമായി 45.25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ചൂണ്ടുപലക നെയ്യാട റോഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 58.93 ലക്ഷം രൂപ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അരുവിക്കര മണ്ഡലത്തിൽ 10 സ്കൂൾ കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കുന്നതിന് 25.40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പട്ടികവർഗ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ, ആ സ്കൂള് ഇപ്പോൾ പാങ്കാവിൽ നിർമ്മിക്കുന്നതിന് 30.06 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 82.38 ലക്ഷം രൂപ കിഫ്ബി വഴി അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ മേജർ പ്രവൃത്തികൾക്കായി തന്നെ 416.04 ലക്ഷം രൂപ കിഫ്ബിയിൽ നിന്നും ഈ ഗവൺമെൻറ് കാലയളവിലും കഴിഞ്ഞ ഗവൺമെൻറ് കാലയളവിലുമായി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതും പൂർത്തിയാക്കിയതിൽ ബഹുഭൂരിപക്ഷം വർക്കുകളും ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഭരണാനുമതി ലഭിച്ചതും ചില വർക്കുകൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലയളവിൽ ഭരണാനുമതി ലഭിച്ചതുമായിരുന്നു. കിഫ്ബിയുടെ സപ്പോർട്ട് അരുവിക്കര മണ്ഡലത്തിൽ സമഗ്ര വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയേറെ സഹായകമായിട്ടുണ്ട്. മണ്ഡലത്തിൽ പൊതുവിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ റോഡ് വർക്കുകൾക്ക് വേണ്ടി BMBC നിലവാരത്തിൽ റോഡ് ചെയ്യുന്നതിന് 28 പദ്ധതികൾക്കായി 68.53 ലക്ഷം രൂപ ഇതിനകം വിനിയോഗിച്ചിട്ടുണ്ട്. PWDയുടെ ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37.8 ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബാർഡ് മുഖാന്തരമുള്ള പദ്ധതിയിൽ 6 കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട്. ഉറിയാക്കോട് ജംഗ്ഷൻ്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 2.5 കോടി രൂപയും ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിന് വേണ്ടി 5 കോടി രൂപയും അടക്കം 7.5 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. പൊന്മുടി റോഡ് നവീകരണം, അത് നെടുമങ്ങാട് അരുവിക്കര വാമനപുരം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. എന്നാൽ അതിൻ്റെ മേജർ പോർഷൻ റോഡ് അരുവിക്കര മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കിയ പദ്ധതി പ്രകാരം 215.55 കോടി രൂപ 215.55 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡ്, ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിനും ജംഗ്ഷൻ വികസനം അടക്കമുള്ള പദ്ധതികൾക്ക് 144.38 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ബോണക്കാട് റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പണിയുന്നതിന് 29.64 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വിതുരക്കൊപ്പം പെരിങ്ങമല റോഡ്, ആ റോഡ് വിതുര പഞ്ചായത്തിൽ നിന്നും വിതുര പഞ്ചായത്തിലൂടെ വാമനപുരം മണ്ഡലത്തിലേക്ക് കിടക്കുന്ന റോഡാണ്.
അതിന് 45,25,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ചൂണ്ടുമല നെയ്യാർ ഡാം റോഡിൻ്റെ കിഫ്ബി പണം ഉപയോഗിച്ച് BC ഓവർലേ ചെയ്യുന്നതിന് 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വസ്തു ഏറ്റെടുക്കലടക്കം 58,93,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. PWD ഫണ്ടും ST ഫണ്ടും MB ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് 10 പാലങ്ങൾ ഈ ഘട്ടത്തിൽ അരുവിക്കര മണ്ഡലത്തിൽ പണി തുടങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് 38,22,00,000 രൂപയാണ് നമ്മൾ നീക്കിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടി 18 റോഡുകൾക്കായി 5,68,00,000 രൂപ ഇതിനകം നീക്കിവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞു 10 സ്കൂൾ കെട്ടിടങ്ങൾക്ക് 25,40,00,000, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 14 സ്കൂൾ കെട്ടിടങ്ങൾക്ക് 17,51,00,000 രൂപയും, MLA ഫണ്ട് ഉപയോഗിച്ച് 5 സ്കൂൾ കെട്ടിടങ്ങൾക്ക് 2,60,00,000 രൂപയും, 25 സ്കൂളുകൾക്ക് വർണ്ണക്കൂടാരം നിർമ്മിക്കുന്നതിന് 2,50,00,000 രൂപയും, MLA ഫണ്ട് ഉപയോഗിച്ച് 6 സ്കൂളുകൾക്ക് ബസ് വാങ്ങാൻ 1,13,00,000 രൂപയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറ്റിച്ചൽ പാങ്കാവ് റെസിഡൻഷ്യൽ സ്കൂളിന് 30,06,00,000 രൂപയും, ബോണക്കാട് ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി 4 കോടി രൂപയും, പൂവച്ചൽ പഞ്ചായത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി സമുച്ചയത്തിന് 24,99,00,000 രൂപയും ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പൂവച്ചൽ ഖാദർ സാറിൻ്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 50,00,000 രൂപ ഒന്നാം ഘട്ടമായിട്ടും 50,00,000 രൂപ രണ്ടാം ഘട്ടമായിട്ടും അനുവദിച്ചിട്ടുണ്ട്. ST കോർപ്പസ് ഫണ്ട് വിനിയോഗിച്ച് വിവിധ വർക്കുകൾക്ക് വേണ്ടി 5,98,00,000 രൂപ ഈ മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ചെറ്റച്ചൽ സമരഭൂമിയിലെ 18 പേരുടെ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിന് 1,08,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അംബക്കർ ഭവന പദ്ധതി പ്രകാരം SC ST മേഖലയിലെ 6 ഉന്നതികൾക്കും നഗറുകൾക്കും അവരുടെ വികസനത്തിന് വേണ്ടി 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അരുവിക്കര വനിതാ വരുമാനദായക പദ്ധതിക്ക് ബഡ്ജറ്റിൽ 1 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. വൈദ്യുതി വകുപ്പിൽ നിന്ന് ഈ സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്കായി ആകെ 25,94,00,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസുകളുടെ നവീകരണത്തിന് വേണ്ടി പുതിയവ നിർമ്മിക്കുന്നതിന് 1,26,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. കായിക വകുപ്പിൽ നിന്ന് GV രാജ സ്കൂളിൻ്റെ വിവിധ പദ്ധതികൾക്ക് പണം അനുവദിക്കുകയും സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുമായി 19,38,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ജേഴ്സി ഫാമുകളുടെ നവീകരണത്തിനായി 2,06,00,000 രൂപ അരുവിക്കര മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മുഖേന 1,43,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതികൾക്കായി 71,41,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസനത്തിനായി നവകേരള സദസ്സിൽ നിന്ന് ലഭിച്ചതടക്കമുള്ള MLA ഫണ്ടും സർക്കാർ വകുപ്പുകളുടെ ഫണ്ടും ഉപയോഗിച്ച് 30,23,00,000 രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അംഗൻവാടികളുടെ നവീകരണത്തിനും നിർമ്മാണത്തിനുമായി 2,58,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ജൽജീവൻ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്കായി ജൽജീവൻ മുഖേന 381.95 കോടി രൂപ അരുവിക്കര മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അരുവിക്കര ഡാമിൻ്റെ ഡീസലിറ്റേഷൻ പദ്ധതിക്ക് വേണ്ടി 13,88,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പ് മുഖേന അനുവദിച്ച വിവിധ പദ്ധതികൾക്ക് 54,97,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. വനം വന്യജീവി വകുപ്പ് മുഖേന അനുവദിച്ച വിവിധ പദ്ധതികൾക്കായി 4,17,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന് നേരത്തെ സൂചിപ്പിച്ച് കിഫ്ബി ഫണ്ട് മുഖേന 82,38,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പിൽ നിന്ന് റിസ്ക് ഫണ്ട് മുഖേന 132 അപേക്ഷകർക്ക് അനുവദിച്ച തുക 15,36,00,000 രൂപയാണ്. പട്ടയ വിതരണത്തിൻ്റെ രംഗത്ത് നമ്മൾ വലിയ നേട്ടമാണ് അരുവിക്കര മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. 378 ആളുകൾക്ക് പുതിയ പട്ടയം നൽകുന്നതിനും 805 ആളുകൾക്ക് വനാവകാശ രേഖ നൽകുന്നതിനും കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തെ MLA ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ച് 129 പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവൃത്തികളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1ാം പിണറായി ഗവൺമെൻറ് കാലഘട്ടത്തിൽ അനുവാദം ലഭിച്ച പദ്ധതികളും ഉൾപ്പെടുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം അരുവിക്കര മണ്ഡലത്തിൽ ഭരണാനുമതി ലഭിച്ച പ്രവൃത്തികളുടെയും പണത്തിൻ്റെ തോത് പരിശോധിച്ചാൽ 1204
8 കോടി രൂപയാണ് എല്ലാ വികസന ഫണ്ടുമായി അരുവിക്കര മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. ഇത് സർവകാല റെക്കോർഡാണെന്ന് മാത്രമല്ല, രണ്ടാം പിണറായി ഗവൺമെൻറ് അരുവിക്കര എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി കലവറയില്ലാത്ത പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഈ നേട്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ നേട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിന് അരുവിക്കര മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ പിന്തുണയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണയും ജനങ്ങളുടെ പിന്തുണയും ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.